करने के लिए परमेश्वर के चरणों में संगति करने के लिए प्रभु ने अवसर दिया है, इसलिए प्रभु को धन्यवाद करता हूँ। നമ്മുടെ ജീവിതങ്ങളിലും അപ്രതീക്ഷിതമായിട്ടുള്ളതായ പല കാര്യങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട്. हमारा इन दिनों में कई सारे प्रतिकूल अवस्था, कुछ अचानक कुछ काम हो रहा है। പ്രതീക്ഷിക്കാത്തതായ പല അനർത്ഥങ്ങളും നമുക്ക് നേരിടേണ്ടി വന്നപ്പോഴൊക്കെയും ഈ ദൈവം അത്ഭുതകരമായിട്ട് നമ്മെ പരിപാലിച്ചു. नहीं देखते हुए कुछ विषय अचानक हमारे जीवन में आने के समय भी परमेश्वर ने हमें उसे संभाला है। അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മെ അത്ഭുതകരമായിട്ട് അത് നയിച്ചതായ ആ കർത്താവ് ഇനിയും നമ്മെ നടത്തുവാൻ ശക്തനത്രേ. उस समय भी हमें अद्भुत रीति से चलाया वो परमेश्वर आगे भी हमें चलाएंगे। സകലവും നമുക്ക് പ്രതികൂലമായിരുന്നപ്പോഴും കർത്താവ് നമ്മോട് കൂടെ ഇരുന്നു നമ്മെ അതിൽ നിന്നൊക്കെയും വെടിവിച്ചതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. सब कुछ हमारे प्रतिकूल होकर रहने के समय भी परमेश्वर हमारे साथ रहकर हमें छुटकारा देकर आगे ले आया हुआ परमेश्वर को हम धन्यवाद करें। പഴയ നിയമത്തിൽ നാം പരിശോധിക്കുമ്പോൾ അവിടെ 3 രാജാക്കന്മാർ മോവാബിയരുമായിട്ട് യുദ്ധത്തിന് പുറപ്പെടുന്നതായ ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയും. नियम में हम देखते हैं कि 3 राजा लोग मिलकर जो मोआब के विरुद्ध लड़ाई के लिए आया। ഇസ്രായേൽ രാജാവ്, യദോം രാജാവ്, യഹൂദ രാജാവ് എന്നിവരത്രയും മോവാബ് ദേശവുമായിട്ട് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. इसराइल राजा और मोआब राजा और जो यहूदी राजा और उन लोग मिलकर लड़ाई के लिए आया है। അവർ യുദ്ധം ചെയ്ത് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് അപ്രതീക്ഷിതമായിട്ട് വെള്ളം നിന്നുപോയി. ये जो लड़ाई हम आगे बढ़ते ही गया, अचानक उनको जो पानी उनके मिलने की था वो रुक गया है। പട്ടാളക്കാർക്ക് കുടിക്കുന്ന കുടിവെള്ളം ഇല്ലാതായി തീർന്നു. सेना को पीने के लिए भी पानी नहीं मिलती हुई अवस्था हो गया। ആ സന്ദർഭത്തിൽ എങ്ങനെ യുദ്ധം ചെയ്യാൻ പറ്റും? उस समय में कैसा उन लोग लड़ेंगे? അപ്പോൾ അവര് തമ്മിൽ ചോദിക്കുകയാണ്, ഇവിടെ ദൈവദാസന്മാരും ഇല്ലേ? तब उन्होंने आपस में पूछने लगा कि यहाँ पर कोई परमेश्वर का सेवक नहीं है। അപ്പോ ആരോ ഒരാൾ പറഞ്ഞു, അതെ ഇവിടെ ഒരു ദൈവദാസൻ ഉണ്ട് എന്ന്. तो एक जन ने कहा है यहाँ पर एक परमेश्वर का सेवक है। അവരുടെ മുമ്പിൽ 2 പ്രശ്നങ്ങളാണുള്ളത്. ശത്രുവിനെ നേരിടണം, പിന്നെ കുടിവെള്ളക്ഷാമം. उनके सामने 2 समस्या है, एक तो उनको शत्रुओं का सामना करना है, दूसरा उनको पीने का पानी की जरूरत है। മോവാബ് രാജാവ് തങ്ങളോട് മത്സരിച്ചിരിക്കുന്നു എന്നുള്ളതായ അതുകൊണ്ടത്രേ ആ രാജ്യത്തോട് യുദ്ധം ചെയ്യുവാൻ ഇവര് പുറപ്പെട്ടത്. मोआब राजा इनके विरुद्ध बलवा किया है, इनके विरुद्ध खड़ा हो गया, इसी कारण ये तीनों राजा मिलकर उनके साथ लड़ने के लिए गया है। പ്രതിസന്ധിയിലായപ്പോഴാണ് അവര് അന്വേഷിക്കുന്നത് ഇവിടെ ഒരു ദൈവദാസൻ ഉണ്ടോ എന്ന്. जीवन में जब प्रतिकूल अवस्था आ गया तभी वो ढूंढ रहा है यहाँ पर कोई परमेश्वर का सेवक है क्या नहीं। യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പായിട്ട് അവർ ദൈവാലോചന ചോദിച്ചില്ല. जब उन्होंने लड़ाई के लिए निकला है उसके पहले उन्होंने परमेश्वर के बारे में नहीं ढूंढा। നമ്മുടെയും ജീവിതങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോഴത്രേ നാം ദൈവത്തെ കാര്യമായിട്ട് അന്വേഷിക്കുന്നത്. हमारे जिंदगी में भी ऐसा ही होता है। जब प्रतिकूल अवस्था हमारे जीवन में आने के समय हम परमेश्वर को ढूंढता है। പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നാം ദൈവമുഖം അന്വേഷിക്കാതെ, ദൈവത്തിന്റെ ആലോചന കേൾക്കാതെ, അത് പ്രാർത്ഥിക്കാതെ, അത് തിരക്കിട്ട് ഇറങ്ങി പുറപ്പെടുന്നത് കൊണ്ടാണ്. बार हमारे जीवन में ऐसा जो प्रतिकूल अवस्था आता है, हम परमेश्वर को नहीं ढूंढते हुए हमारा विषयों के लिए हम निकलता है, उसी समय प्रतिकूल अवस्था हमारे सामने आता है। ഇസ്രായേൽ രാജാവും യദോം രാജാവും യഹൂദ രാജാവും അങ്ങനെയുള്ളതായ ഒരു പ്രതിസന്ധിയെ അത്ര അഭിമുഖീകരിക്കുന്നത്. यहाँ पर इसराइल राजा और एदोम राजा, यहूदा राजा, ये तीनों एक बड़ा प्रतिकूल अवस्था में पहुंच गए हैं। അപ്പോ ദൈവത്തിന്റെ ദാസനെ എന്തിനന്വേഷിക്കുന്നു? ദൈവവചനം കേൾക്കുവാൻ, ദൈവത്തിന്റെ ആലോചന കേൾക്കുവാൻ. उन लोग क्यों परमेश्वर के दास को ढूंढ रहा है? परमेश्वर के दास से मिलकर परमेश्वर के वाणियां सुनने के लिए, परमेश्वर के वचनों को सुनने के लिए। ഗോഡ്സ് മിഷനിലെ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നതായ എല്ലാ ആളുകൾക്കും എല്ലാ പ്രഭാതത്തിലും ദൈവത്തിന്റെ ആലോചന കേൾക്കുന്നതിനുള്ളതായ അവസരം ഒരുക്കിയിരിക്കുന്നു. गॉड्स मिशन में जब जुड़ने वाला सभी लोगों का जीवन में हर सुबह परमेश्वर के वचन सुनने के लिए, परमेश्वर का वाणियां सुनने के लिए उन्हें यहाँ पर सुविधा मिला है। ഈ മീറ്റിംഗ് എന്തിനു വേണ്ടിയാണ്?
इस सभा किसके लिए होती है? ഇത് നമ്മുടെ ആവശ്യങ്ങൾക്ക് അത് നമ്മുടെ ആവശ്യങ്ങളുടെ മധ്യേ ദൈവത്തിന്റെ ആലോചനകൾ അത് അറിയുവാനത്രേ. हमारे जीवन में जब कई सारे विषयों आता है उस समय परमेश्वर की वाणियां सुनने के लिए। ഇവിടെ നിങ്ങളുടെ കുടുംബത്തിനുള്ളതായ ഒരു ആലോചന, ഒരു വചനം നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. यहाँ पर तुम्हारे परिवार के अंदर से एक वचन आप सुन सके। നാം ഒരു ദുഷ്ട ലോകത്തിലത്രേ ജീവിക്കുന്നത്. हम इस दुष्ट लोक में रहते हैं। പൈശാചിക കെണികളും തന്ത്രങ്ങളും നമ്മെ ദൈവമക്കൾക്ക് എതിരായിട്ട് നിൽക്കുന്നതായ ഒരു ലോകം. शैतानी युक्तियां, शैतानी समस्या है हमारे विरुद्ध में खड़ा होने वाला एक दुनिया में हम खड़े हैं। നമുക്ക് ജയമെടുത്തേ പറ്റുകയുള്ളൂ. हम यहाँ पर विजयी पाना जरूरी है। നമുക്ക് ജയിച്ചേ മതിയാവുകയുള്ളൂ. हम विजयी पाना ही है। ഈ യുദ്ധത്തിൽ ജയിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തിന്റെ വചനം ഇന്ന് സുലഭമായിരിക്കുന്നു. इस लड़ाई में जीतने के लिए आज परमेश्वर के वचन हमें बहुताई से मिल रहा है। അതുകൊണ്ടത്രേ നാം ദിവസവും രാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി സമയം കണ്ടെത്തുന്നത്. कारण हम हर सुबह भोर को उठ के प्रार्थना के लिए समय निकाल रहा है। അപ്പൊ ഇവിടെ ഒരു ദൈവദാസനുണ്ടോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഇവിടെ എല്ലാ ദിവസവും നമ്മളോട് സംസാരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ദാസന്മാരെ ദൈവം അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുന്നു. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. यहाँ पर एक परमेश्वर के सेवक है क्या पूछने के समय यहाँ हर दिन परमेश्वर की वाणियां सुनाने के लिए परमेश्वर अपने अभिषिक्त लोगों को तैयार करके रखा है। ഈ 3 രാജാക്കന്മാരും അറിഞ്ഞു അവിടെ ഒരു ദൈവദാസൻ ഉണ്ടായെന്ന്. ये तीनों राजा लोगों को मालूम पड़ा है कि वहां पर एक परमेश्वर का सेवक है। അവർ ദൈവദാസന്റെ വീട് അന്വേഷിച്ചു പോയി. परमेश्वर के दास के घर ढूंढ के गया। അപ്പം ദൈവദാസന്റെ വീട് കണ്ടെത്തി. അപ്പം അവർ അദ്ദേഹത്തിന്റെ വീടിന്റെ ഡോറ് മുട്ടുകയാണ്. जब परमेश्वर के दास के घर पहुंचे उनके दरवाजा में खटखटाने लगा। കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പ്രവാചകൻ അവിടെ അവരുടെ മുമ്പിൽ വന്നു. थोड़ी देर में परमेश्वर का जो सेवक भविष्यत वक्ता उनके सामने आया। അവർ തന്നെ ഞങ്ങളെ തന്നെ പരിചയപ്പെടുത്തി, ഞങ്ങൾ ആരാണ്, ഞങ്ങൾ 3 രാജാക്കന്മാരാണെന്ന് പറഞ്ഞു. ने अपने आप को परिचित किया है, हम 3 राजा लोग हैं। അപ്പം ഞങ്ങൾക്ക് ദൈവാലോചന കേൾക്കണമെന്ന് പറഞ്ഞു. हमको परमेश्वर की वाणियां सुनना है करके उन्होंने कहा। അവരോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. उसने उनसे कहा तुम यहाँ पर इंतजार करो। രാജാവൊക്കെ ശരി തന്നെയാണ്, എന്നാൽ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞു അത് നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്ന്. राजा लोग तो बराबर है, लेकिन तुम परमेश्वर की वाणियां सुनने के लिए थोड़ा देर इंतजार करना। കുറെ കഴിഞ്ഞപ്പോഴേക്കും ദൈവദാസൻ വാതിൽ തുറന്ന് അവരുടെ മുമ്പിൽ വന്നു. देर के बाद परमेश्वर के सेवक दरवाजा खोल के उनके सामने आया। അപ്പോ എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് വെള്ളം നിന്നുപോയി, അതിനൊരു പരിഹാരം ഉണ്ടാവണം. प्रभु के दास ने पूछा तुम्हें क्या जरूरी है? उन्होंने कहा है हम लड़ाई में खड़े थे, अचानक हमको पानी रुक गया है, हमें पानी चाहिए। അപ്പോ പ്രവാചകൻ പറഞ്ഞു, ഞാനങ്ങനെ ഒരു ദൈവാലോചന പറയുന്നതിന് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുവാൻ സമയം കിട്ടിയില്ല. ने कहा है मैं परमेश्वर की वाणियां सुनने के लिए, परमेश्वर के चरणों में बैठने के लिए मुझे समय तो नहीं मिला है। അതിന് ഇപ്പൊ വന്ന ഉടനെ പറയുവാൻ പറ്റത്തില്ല, കുറച്ച് സമയം എടുക്കണമല്ലോ. ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അങ്ങനെയാണെങ്കിൽ ദൈവ സാന്നിധ്യം വരത്തുള്ളൂ. अचानक ऐसा कुछ बोल नहीं सकता है। परमेश्वर से वाणियां मिलना है, परमेश्वर के चरणों में बैठ के आराधना करके परमेश्वर को महिमा देने की बात परमेश्वर से हम वाणियां प्राप्त कर सकता है। ഇവിടെ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് പ്രവാചകൻ അന്വേഷിച്ചു. ने पूछा यहाँ पर गीत गाने वाला कोई है क्या? അപ്പോ പാട്ട് പാടുന്ന ആൾക്കാരെ സംഘടിപ്പിച്ചു. അവർ വന്ന് പാടുവാൻ ആരാധിക്കുവാൻ തുടങ്ങി. तो गीत गाने वालों को लेके आया और आराधना करना शुरू किया। അപ്പോ അവിടെ മനോഹരമായ ഗാനങ്ങൾ പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നു. वहां पर जब सुंदर गीतों को गाकर परमेश्वर की महिमा करने के समय परमेश्वर की महिमा उतर किया है। അപ്പൊ അവരുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് വെള്ളം വേണം, കുടിവെള്ളം വേണം, യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്ന്. कहा है हमें हमारा इसे लड़ाई हम आगे ले जाना है तो हमें पानी का जरूरी है। അവർ ഒരു താഴ്വരയിലായിരുന്നു. उन लोग एक तराई में खड़े थे.
അവിടെ ആയിരുന്നപ്പോൾ അപ്പം പ്രവാചകൻ അവരോട് ദൈവാലോചന പറഞ്ഞ എന്താണെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ ആ താഴ്വരയിൽ താഴ്വരയെ കുഴികൾ കൊണ്ട് നിറയ്ക്കുവിൻ, അനേകം കുഴികൾ ഉണ്ടാക്കുവിൻ എന്ന് പറഞ്ഞു. तो भविष्यद्वक्ता ने उन राजलोगों से कहा है, तुम ये काम करना है, इस तराई में पूरा गड्ढा खोद दो. കാരണം അത് ഈ താഴ്വരയിൽ വെള്ളം കൊണ്ട് നിറയുവാൻ പോവുകയാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. क्योंकि इस तराई में पानी से भरने वाला है. അപ്പം അവരങ്ങനെ ഈ രാജാക്കന്മാർ പോയി തങ്ങളുടെ പട്ടാളക്കാരോട് താഴ്വരയിൽ അനവധിയായിട്ടുള്ളതായ കുഴികൾ എടുക്കുവാൻ ആവശ്യപ്പെട്ടു. राजा लोगों ने उनके सेनाओं को कहा है, इस तराई में पूरा गड्ढा है, खोद दे. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 16-ാം വാക്യം. दूसरा राजाओं की किताब 3रा अध्याय 16 आयत. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവിൻ. और उसने कहा है, इन नालों में तुम लोग इतना खोदो कि इनमें से गड्ढा ही गड्ढे हो जाए. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. क्योंकि यहोवा कहते हैं कि तुम्हारे सामने ना तो वायु चलेंगे और ना वर्ष होंगे, तो भी यह नाला पानी से भर जाएंगे और अपने गाय बैलों और पशुओं समेत तुम पीने पाओगे. ദൈവം പ്രവർത്തിക്കുന്ന അങ്ങനെ അത്രേ. നാം കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. परमेश्वर के काम ऐसा है कि वायु नहीं चलेंगे, वर्ष भी नहीं होंगे. അതെ, കാറ്റുണ്ടെങ്കിൽ മാത്രമേ കാർമേഘങ്ങളെ അത് ആ സ്ഥലത്ത് എത്തിക്കുവാൻ കഴിയുകയുള്ളൂ. जहाँ वायु चलता है वहां पर मेघों से भर जाता है. ഇവിടെ കാറ്റും കാണുകയില്ല, നിങ്ങൾ മഴയും കാണുകയില്ല, എന്നാൽ ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയാൻ പോകുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞു. लेकिन यहाँ पर तुम वायु ना देखेंगे और वर्ष भी ना देखेंगे, लेकिन ये नाला पूरा पानी से भर जाने वाला है. അത് മാത്രമല്ല, യഹോവയ്ക്ക് യഹോവയ്ക്ക് തോന്നിയിട്ട് മോവാബ്യരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യും. हमें केवल ये भी नहीं, और इनके हल्की से बात जानकर यहोवा मोवाब को भी तुम्हारे हाथ में कर देगा. നിങ്ങൾ ഉറപ്പുള്ള പട്ടണങ്ങളും ശ്രേഷ്ഠ നഗരങ്ങളെയും ജയിച്ചടക്കുകയും ചെയ്യും. तो सब गढ़वाले और उत्तम नगरों का जो नाश करना. ഇതായിരുന്നു പ്രവാചകൻ അവർക്ക് കൊടുത്തതായ ആലോചന എന്ന് പറയുന്നത്. यह भविष्यद्वक्ता उनको दिया हुआ जो वाणियां. ഇവിടെ നാം കാണുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്നും സൃഷ്ടിക്കുന്നതായ ഒരു ദൈവത്തെ അത്ര. यहाँ पर जो लोग देखते हैं कि जब शून्य से सब कुछ बनाने वाला एक परमेश्वर को. ദൈവം ആദിയിൽ ഇങ്ങനെ പറഞ്ഞു, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന്. परमेश्वर ने आदि में ऐसा कहा, जब उजियाला हो जाए. അപ്പം സർവശക്തനായ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. सर्वशक्तिमान परमेश्वर के लिए असंभव कुछ नहीं. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന ദൈവം. जो नहीं है उनको जो है जैसा ही पुकारने वाला परमेश्वर. ഒരുപക്ഷെ നിങ്ങളുടെ കടഭാരമായിരിക്കാം നിങ്ങളുടെ വിഷയം. शायद तुम्हारा जो कर्जा होगा, तुम्हारा जो विषय. ഒരിക്കൽ ഒരു സഭാരാധനയിലെ ഒരു സഹോദരിയും പങ്കെടുക്കുന്നുണ്ടായിരുന്നു. एक सभा आराधना में एक बहन शामिल थे. അവർക്ക് വളരെ സമ്പത്തുണ്ടായിരുന്നു, എന്നാൽ തന്റെ ഭർത്താവിന്റെ മദ്യപാന നിമിത്തം സകലവും അവർക്ക് നഷ്ടമായി. उनके पास बहुत सारे संपत्ति थे, लेकिन उनके पति के दारू पीने की वजह से उनके सारे संपत्तियां चली गई. ലക്ഷക്കണക്കിന് രൂപയുടെ കടഭാരത്തിൽ ആയിരിക്കുന്നു. लाखों रुपया उनका कर्जा में डूब गया है. എന്നാൽ ആരാധന സമയത്ത് മറ്റുള്ള എല്ലാവരെക്കാളും അധികമായിട്ട് ഇവർ ദൈവത്തെ ആഹ്ലാദത്തോടുകൂടി പാടി സ്തുതിച്ചു. लेकिन आराधना के बीच में देखा है कि बाकी लोग जो आराधना करता है उससे भी बढ़कर खुशी आनंद से भरकर उन्होंने आत्मा में भर के आराधना किया. മറ്റാരേക്കാളും വ്യത്യസ്തമായ രീതിയിൽ അവൾ സകലവും മറന്ന് ദൈവത്തെ പാടി സ്തുതിക്കുന്നത് കാണുവാൻ കഴിയും. बाकी लोगों से भी कुछ अलग होकर उसने एकदम आनंद से भरकर परमेश्वर को गीत गाकर महिमा कर. അന്ന് സഭയിൽ ഒരു ഗസ്റ്റ് പാസ്റ്റർ ഉണ്ടായിരുന്നു. उस दिन कलीसिया में एक बुलाया हुआ एक पासवान थे. അദ്ദേഹം ഈ സഹോദരിയെ പ്രത്യേകം ശ്രദ്ധിച്ചു. उन्होंने इस बहन को गौर से देखा.
ആരാധനയ്ക്ക് ശേഷം അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇന്ന് വളരെ ഉത്സാഹത്തോടു കൂടി മറ്റുള്ളവരെക്കാൾ അധികമായിട്ട് ദൈവത്തെ സകലവും മറന്ന് ആരാധിക്കുന്നു, പാടി നൃത്തം ചെയ്യുന്നു, എന്താണ് എന്ന് ചോദിച്ചു. उन्होंने उन बहन से पूछा, आप क्यों दूसरे लोगों से भी बेहतर जो आनंद और खुशी से भरकर सब कुछ भूलकर आत्मा में भर के नाचते हुए गीत गाकर परमेश्वर को महिमा करने के कारण क्या है? पूछा। അവളുടെ ജീവിതത്തിൽ സംഭവിച്ചതായ അതെ ഭർത്താവിന്റെ ദുസ്വഭാവ നിമിത്തം തനിക്ക് നേരിട്ടതായ ആ ബാധ്യതകളെ കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. उन्होंने उन प्रसवान से कहा है, उनका जीवन में जो कुछ दुर्घटनाएं हुआ है, उनके पति के जो बुरे चाल के कारण, उनके गलत कामों के कारण जो उनका जीवन में आया हुआ नुकसान के बारे में बता दिया। എത്ര വലിയ പ്രതിസന്ധിയായിരുന്നാലും കടഭാരമായിരുന്നാലും അതിന്റെ മേൽ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയും. उन्होंने कहा है, कितनी बड़ी समस्याएं होने दो, लेकिन उनके ऊपर परमेश्वर काम कर सकता है। അവർക്ക് ഒരു മകനുണ്ടായിരുന്നു, അവൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ടായിരുന്നു. उनका एक बेटे थे, वो इंजीनियर में पढ़ाई कर रहे थे। അവന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഉടനെ തന്നെ ഒരു വിദേശ കമ്പനിയിൽ അവന് ജോലിക്കെടുത്തു. उनका जब पढ़ाई खत्म होने के समय विदेश में एक कंपनी वाला ने उन्हें वहां पर ले लिया। അപ്പോ സായിപ്പിന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെയും ഇടവേളകളിലും അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. वहां पर जो विदेश में बरगांव में काम करने के समय ही, वो विदेशी का कंपनी थे, वहां पर काम करने के समय भी जो समय मिलता है उस समय वो परमेश्वर से बातें करते थे। കമ്പനി ഉടമ അദ്ദേഹത്തോട് ആ മകനോട് ചോദിച്ചു, എന്താണ് നീ ഇങ്ങനെ അധികമായിട്ട് പ്രാർത്ഥിക്കുന്ന, എന്താ വിഷയം എന്ന്. कंपनी के जो अधिकारी ने उनको पूछा, तुम इतना ज्यादा जो प्रार्थना करते हैं, जितने तुम परेशान के जैसा लग रहा है, उसके कारण क्या है? അവൻ പറഞ്ഞു, എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ്, കിട്ടുന്ന സമയങ്ങളിലൊക്കെയും ഇടവിടാതെ ദൈവത്തെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന്. उन्होंने कहा है, मेरे माँ ने मुझे ये सिखाया है कि लगातार परमेश्वर से प्रार्थना करना, निरंतर प्रार्थना करना, जब जब समय मिलता है उस समय परमेश्वर को धन्यवाद करना। സായിപ്പ് അവനോട് ഇഷ്ടം തോന്നി അവന്റെ ശമ്പളം ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചു കൊടുത്തു. उस हमें जो अधिकारी ने उनको उनका ऊपर प्रसन्न होकर उनका जो पगार है 2 गुना बढ़ा दिया। ദൈവം പ്രവർത്തിക്കുന്ന രീതികൾ നോക്കുക. परमेश्वर काम करते हुए तरीकाओं को देखो। അവൻ ബാക്കിയുള്ള തുക വീട്ടിലേക്ക് അയക്കുകയും ആ കടഭാരത്തിൽ നിന്നും ആ മാതാവിന് പുറത്തു വരുവാനും ദൈവം ഇടവരുത്തി. उन्होंने वो पैसा हमें अपने घर में भेजकर माँ उसका मम्मी को उस कर्जा से मुक्ति होने के लिए उन्हें काम किया। വളരെ ബുദ്ധിമുട്ടുന്ന നമ്മൾ വിചാരിക്കുന്നതായ കാര്യങ്ങൾ ദൈവത്തിന് വളരെ എളുപ്പത്തിൽ ചെയ്തു തരുവാൻ കഴിയും. हमारे लिए बहुत कठिनाई है करके सोचते हुए कामों को परमेश्वर एकदम हल्की से पूरी करेंगे। ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭവനത്തില് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി എന്നെ വിളിച്ചു. कुछ समय के पहले एक घर में प्रार्थना करने के लिए प्रभु के दास को बुलाया। അവർ വളരെ ധനാഢ്യയായിട്ടുള്ളതായ ഒരു സ്ത്രീയാണ്. वो बड़ी अमीर एक स्त्री थी। അവരുടെ ഭർത്താവ് മരിച്ചുപോയി. पति तो गुजर गए। എന്നാൽ അവർക്ക് അവരുടെ മകൻ അവൻ ദുർമാർഗത്തിൽ ജീവിക്കുന്നു. उनका बेटा जो गलत रास्ता में जा रहा है। വിവാഹിതയായ മറ്റൊരു സ്ത്രീയുമായിട്ട് അവൻ ജീവിക്കുന്നു. जो शादीशुदा एक औरत के साथ वो अपना जिंदगी बिता रहा है। ആ സ്ത്രീ അവരുടെ ഭർത്താവിനെയും 2 മക്കളെയും ഉപേക്ഷിച്ചിട്ട് ഈ ചെറുപ്പക്കാരനോടുകൂടി വർഷങ്ങളായിട്ട് ജീവിക്കുന്നു. उस स्त्री ने अपने पति को और बच्चों को छोड़कर इस जवान लड़के के साथ अपनी जिंदगी बिता रहा है। അവനെ എങ്ങനെയെങ്കിലും ഈ വഴിവിട്ടുള്ളതായ ജീവിതത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി അത്രേ പ്രാർത്ഥനാ വിഷയം. उनके जो माँ ने प्रार्थना इसलिए मांगी कि उनका जो बेटे के गलत रास्ता से वो छुटकारा पाकर वापस आए। അപ്പൊ ഞാൻ 2 സ്നേഹിതരെയും കൂടി വിളിച്ചുകൊണ്ട് ഞങ്ങൾ ആ വീട്ടിലേക്ക് പോയി. दास ने और 2 लोगों को बुलाकर उनके घर में गए। എന്നാൽ ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ വലിയ മാറ്റമുണ്ടായി. लेकिन कुछ हफ्तों के बाद बड़ा बदलाव होने लगा। ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. तो उनका बीच में कुछ बातों से कुछ प्रॉब्लम हो गया। അവൾ പറഞ്ഞു, ഇനി ഈ മനുഷ്യനുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. उस स्त्री ने ऐसा कहा है कि अभी इनके साथ मेरा कुछ भी लेन देन नहीं है, कोई संबंध नहीं है करके वो जिद लगाकर बोला। അവിടെ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചു. हाँ, हमारे परमेश्वर ने एक अद्भुत कार्य किया। ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.
परमेश्वर के इनाम की महिमा हो। ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചായിരിക്കും നിങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. शायद आप आपका बच्चों के बारे में बड़ा बोझ से बैठा होगा। അത് ഈ കാലത്ത് അനേകം ചെറുപ്പക്കാര് മയക്കുമരുന്നിന് അടിമകളായി ജീവിക്കുന്നു. समयों में हम देखते हैं बहुत सारे जवान लोग नशा के बंधनों में फंस गए हैं। എത്ര മാതാപിതാക്കൾ കണ്ണുനീരോടുകൂടി അവരുടെ മക്കളെ ഓർത്ത് വിലപിച്ചു കൊണ്ടിരിക്കുന്നു. इतने माँ बाप लोग अपने बच्चों के बारे में याद करके वो विलाप करते हुए बैठा है। അത് നമ്മുടെ പ്രശ്നം എന്ത് തന്നെയായിരുന്നാലും ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. हमारा समस्या जो कुछ भी हो, लेकिन परमेश्वर के सामने कुछ भी नहीं है। അപ്പോ നമ്മുടെ പരിസ്ഥിതികൾ മോശമായിരിക്കാം, എങ്കിലും അതിന്റെ മധ്യേയും ദൈവത്തിന് അത് ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെയും വിളിച്ചു വരുത്തുവാൻ പ്രാപ്തനായ ദൈവത്തെ അത്രേ നാം ആരാധിക്കുന്നത്. हमारा वातावरण बहुत बेकार अवस्था में होगा, लेकिन जब शून्य है वहां से सब कुछ नाम लेकर पुकारने वाला परमेश्वर के चरणों में हम बैठा है, उनकी हम आराधना करते हैं। ഇവിടുത്തെ പ്രശ്നം അവർക്ക് കുടിവെള്ളമില്ല. यहाँ के जो समस्या है कि उनको पानी नहीं मिल रहा। പിന്നെ എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും? പിന്നെ എങ്ങനെ യുദ്ധം നേരിടുവാൻ കഴിയും? फिर कैसा वो आगे बढ़ेंगे, कैसा वो लड़ाई कर सकता है? അതെ, നമുക്കും ആവശ്യമായിരിക്കുന്നത് അത് ജീവജലം അത്രേ. अब योग हमारे लिए भी यही जरूरत है कि जीवन का जल की। ഇവിടെ എല്ലാ ദിവസവും ഈ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ജീവജലത്തിൻ്റെതായ ഒരു ഒഴുക്ക് കാണുവാൻ കഴിയും. यहाँ पर हर दिन ये इस प्लेटफॉर्म शुरू होने के समय से हम देखते हैं जीवन का जल का एक बहाव हम देखते हैं। അത് ദൈവ വചനത്തെ വെള്ളത്തോടും ഉപമിച്ചിരിക്കുന്നു. परमेश्वर के वचन को जब पानी के समान इस्तेमाल किया गया है। നമുക്ക് ദൈവവചനമാകുന്നതായ വെള്ളം ഇഷ്ടം പോലെ കുടിക്കുന്നതിനുള്ളതായ അവസരം ഈ പ്ലാറ്റ്ഫോമിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. हमारे लिए जो जीवन के जल परमेश्वर के वचन है, वो हर दिन पीने के लिए परमेश्वर यहाँ पर हमें अवसर देते हैं। അതുകൊണ്ട് എവിടെ ദൈവാലോചന കിട്ടും എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലൂടെ ദൈവദാസന്മാരുടെ എല്ലാ ദിവസവും നമുക്ക് വചനം കിട്ടുന്ന ദൈവത്തിന്റെ ആലോചന കേൾക്കുന്നുള്ളതായ ഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ये कहाँ पर परमेश्वर के वचन मिलेगा करके पूछेगा तो इसी प्लेटफॉर्म में हमको हर दिन परमेश्वर के वाणियां मिलने के लिए प्रभु के दासों को परमेश्वर तैयार करके रखा है। ഈ ദൈവത്തിന്റെ ഈ രാജാക്കന്മാർ പ്രവാചകന്റെ അടുക്കൽ വന്ന് എന്തിനു വേണ്ടി? ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി. राजा लोगों क्यों परमेश्वर के दास के पास आया है? कि परमेश्वर की वाणियां सुनने की। അവർ വചനം ഏറ്റെടുത്തു, ദൈവത്തിന്റെ ആലോചന കേട്ടു, തുടർന്ന് അവിടെ അത്ഭുതം സംഭവിച്ചു. उन्होंने जो परमेश्वर की वाणियां सुना, उसको प्राप्त किया, वहां पर अद्भुत कार्य प्रकट हो गया। ഈ രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയുന്നില്ല. ये राजाओं के बारे में देखिएगा तो उन्हें आगे बढ़ने के लिए नहीं हो रहा है। അവർക്ക് യുദ്ധത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിയുന്നില്ല. സകലവും അത് സ്തംഭിച്ചു പോയി. उनको लड़ाई में आगे बढ़ने के लिए नहीं हो रहा है, उनके सारे काम रुक जा रहा है। എന്നാൽ ദൈവവചനം ഏറ്റെടുത്തുകൊണ്ട് അത് വിശ്വസിച്ചുകൊണ്ട് അവർ അത് പ്രവർത്തിച്ചപ്പോൾ, കുഴികൾ വെട്ടിയപ്പോൾ അതെല്ലാം വെള്ളം കൊണ്ട് നിറയുന്നത് അത്ഭുതകരമായിട്ടുള്ളതായ ഒരു പ്രതിഭാസം അവർക്ക് കണ്ടെത്തുവാൻ കഴിയും. लेकिन उन्होंने जब परमेश्वर के वचन सुना, उसको अपनाया, तभी उन्होंने देखा है कि जैसे वहां पर हो नहीं सकता है एक संभव, वहां तराई में पूरा पानी से भरा हुआ एक अवस्था उन्होंने देखा। ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് അത്ഭുതങ്ങൾ നടക്കുന്നതിന് മുമ്പേ നമുക്ക് വചനം ആവശ്യമായിരിക്കുന്നു. ऐसे हम ये जानना है कि जब चमत्कार हमारे जीवन में होने के पहले हम वचन को स्वीकार करना जरूरी है। നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഒരു വലിയ ഒരു ഉണർവ്, ഒരു റിവൈവൽ ഉണ്ടാകുവാൻ പോകുന്നു. हम सभी के जीवन में बड़ा एक जागृति होने वाला है। നിങ്ങളുടെ അത്ഭുതം, നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നതായ ആ അത്ഭുതം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തിന്മേൽ ഒരു വിടുതൽ ഉണ്ടാകുവാൻ പോകുന്നു. आप जिस विषय के लिए प्रार्थना कर रहा है, एक अद्भुत कार्य के लिए, उस चंगाई के लिए या छुटकारे के लिए उस काम अभी होने वाला है। അതെ, ഇനി മുമ്പോട്ട് പോകുവാൻ വഴിയൊന്നുമില്ലാതെ അത് ഭാരത്തിലിരിക്കുകയാണെങ്കിൽ ഒരു വഴി തുറക്കുവാൻ തക്കവണ്ണം, അടഞ്ഞ വാതിലിനെ തുറക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. आगे बढ़ने के लिए एक मार्ग नहीं है करके आप सोच के बैठा है, तो जो आपके लिए बंद हो गया जो द्वार है, वो परमेश्वर आपके लिए खोलने वाला है। അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്തത് അവർക്ക് കുടിവെള്ള ക്ഷാമം ഉണ്ടായത് കൊണ്ടത്രേ.
उनको जब आगे बढ़ने के लिए नहीं होने के कारण यही है कि उनको पीने के लिए पानी रुक गया है। ആ ദൈവമനുഷ്യന്റെ പേരെത്ര? എലീശ എന്ന് പറയുന്നത്. परमेश्वर के दास के नाम है एलीशा। അവർക്ക് ധാരാളമായി വെള്ളം ഉണ്ടായിരുന്നപ്പോൾ അവർ ദൈവശബ്ദം കേൾക്കുന്നതിന് വേണ്ടിയോ ദൈവമനുഷ്യനെ അന്വേഷിക്കുന്നതിനോ അവർ തയ്യാറായില്ല. जब उनको पानी मिल रहा था तभी वो परमेश्वर के दास को ढूंढने के लिए, परमेश्वर की वाणियां सुनने के लिए तैयार नहीं हुआ है। പ്രതിസന്ധിയിലായപ്പോൾ മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല എന്നുള്ളതായ ഒരവസ്ഥ വന്നപ്പോഴത്രേ ഇവിടെ ഒരു പ്രവാചകനുണ്ടോ എന്ന് അവർ ആരാഞ്ഞത്. लेकिन उनको आगे बढ़ने के लिए नहीं हो रहा है, उनके काम नहीं हो रहा है। जब वो बातों को जाना तभी वो ढूंढ रहा है कि यहाँ पर कोई परमेश्वर का सेवक है क्या नहीं। മനുഷ്യർ ഇങ്ങനെയാണ്. അവർ ഓരോരോ സംരംഭങ്ങളുമായിട്ട് അങ്ങ് ഇറങ്ങി പുറപ്പെടുകയാണ്. അവസാനം അത് വലിയ പരാജയത്തിൽ ആയി തീരാറുണ്ട്. मनुष्य ऐसा है कि एक एक काम के लिए ऐसा निकल रहा है, लेकिन वो काम नहीं होते हुए वो पराजित में जा रहा है। അതുകൊണ്ട് നമ്മൾ ഒരു പ്രവാചകനെ അന്വേഷിക്കുന്നത്, ഒരു ദൈവദാസനെ അന്വേഷിക്കുന്നതിന്, അതുപോലെ ദൈവവചനം കേൾക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകുന്നതിന് അത് കാരണമായി തീരും. इसीलिए हमारे जीवन में भी हम एक परमेश्वर के सेवक को या भविष्य वक्तों को जब ढूंढेंगे, हमारा जब समस्या के पहले से हम उसके लिए कोशिश करेंगे, तो हमारे जीवन में बड़ा एक छुटकारा या बड़ा एक अनुग्रह हम देख सकता है। അവർ താഴ്വരകളിൽ കുഴികൾ ഉണ്ടാക്കിയപ്പോൾ ആ താഴ്വര മുഴുവനും ഒരു ജലാശയമായി തീർന്നു. तो तराई में उस नाला में जब गड्ढे हैं खोदने के समय वहां पर पूरा पानी से परमेश्वर भर। ദൈവം കുഴികളിൽ വെള്ളം നിറയ്ക്കുന്ന ദൈവം അത്രേ. परमेश्वर उस सारे गड्ढाओं में पानी भराने वाला परमेश्वर। കാറ്റും മഴയും ഇല്ലാതെ അത്രേ ആ താഴ്വര മുഴുവനും ഒരു ജലാശയമായി തീർന്നത്. जब वायु नहीं चलता है, जब वर्ष नहीं होता है, उसी समय भी वहां पर पानी से भर जाता है। അടുത്ത ദിവസം മോവാബ്യർ നോക്കിയപ്പോൾ അവർക്ക് ഒരു ഒരു അസാധാരണമായിട്ടുള്ളതായ ഒരു കാഴ്ച എത്രയാ അവരെ കണ്ട. അവർക്ക് ഒരു കണ്ണിന്, അവർക്ക് കാഴ്ചയ്ക്ക് ഒരു പരിഭ്രമമുണ്ടായി. जैसे दूसरे दिन हो गया है, तभी मोवाब के लोग देखने के समय उनके आंखों में और कुछ अलग रीति से उन्हें डराने वाला एक विषय वहां हुआ है। അവർക്ക് ഒരു കൺഭ്രമമുണ്ടായി എന്ന് പറയാം. उसको उसके आंखों में ऐसा जो दिखाई दिया है कि उनको डराने वाला एक विषय। അത് കണ്ണിന് തോന്നുന്നതായ തെറ്റായ ധാരണ, ഒപ്റ്റിക്കൽ ഇല്യൂഷൻ. उनके जो आंखों से वो गलत रीति से वो देखा हुआ। പ്രഭാതത്തില് സൂര്യന്റെ കിരണങ്ങൾ ആ വെള്ളത്തിന്മേൽ അടിച്ചപ്പോൾ അത് രക്തനിറമുള്ളതായിട്ട് ചുമന്നതായി കണ്ടു. क्योंकि भोर के समय जब सूरज उदय हुआ है, उनका रोशनियां इस पानी पर चलने के समय, पानी पे गिरने के समय उनको ऐसा लगा है कि पानी पूरा लाल हो गया है और लहू के समान उन्हें दिखाई। മോവാബ്യർ വിചാരിച്ചു രക്തം കെട്ടിക്കിടക്കുന്നതായിട്ടാണ് അവർ വിചാരിച്ചത്. मोआब के लोग ये सोचा है कि वहां पर पूरा लहू से भरा हुआ है। അങ്ങനെ ഒരു इम्പ്രഷൻ അവർക്കുണ്ടായി. वैसा एक विचार उनके जीवन में आया। യദോമിന്റെയും ഇസ്രായേലിന്റെയും യഹൂദയുടെയും രാജാക്കന്മാർ തമ്മിൽ വെട്ടി ചത്തതിന്റെ ഫലമായിട്ടാണ് അവിടെ ഈ രക്തം അത് അവിടെ കെട്ടിക്കിടക്കുന്നത് എന്ന് അവർ ധരിച്ചു. ये आपके लोग ये सोचा है कि हमारे विरुद्ध आया हुआ जो 3 राजा लोग हैं, उन लोग आपस में लड़कर उधर खत्म हो गया करके उन्होंने सोचा। അങ്ങനെ ശത്രുവിനെ അല്ല, ഈ രാജാക്കന്മാരെ നമുക്ക് അവരുടെ മേൽ ജയമെടുക്കുവാൻ കഴിയും, ഇനി അങ്ങോട്ട് ചെന്നും കൊള്ള മുതൽ പങ്കിട്ടെടുത്താൽ മതി എന്ന് വിചാരിച്ചവർ ആവേശത്തോടു കൂടിയും ആ സ്ഥലത്തേക്ക് തള്ളിക്കയറുകയുണ്ടായി. तो मोआब के लोग ये कहा है कि आइए हम जाके वहां के सब कुछ लूट लेंगे, क्योंकि राजा लोग मर चुके हैं, लूट लेंगे करके सोच कर ये सभी लोग वहां पर लूटने के लिए। ഈ തക്കം നോക്കിയിട്ട് പതിയിരുന്നതായ ഈ രാജാക്കന്മാരുടെ സൈന്യം ഈ മോവാബ്യ സൈന്യത്തെ വളഞ്ഞു. समय जो अपने राजा लोगों का जो सेना है वो चुप के बैठा था। उन्होंने देखा है कि मोवाबी लोग आ रहा है, इन लोगों उस मोवाबी लोगों को कब्जा कर दिया। ഈ ദൈവം അവർക്ക് കുടിവെള്ളം കൊടുക്കുക മാത്രമല്ല, അവർക്ക് അത്ഭുതകരമായിട്ട് ഒരു ജയവും കൊടുത്തു. परमेश्वर केवल उनको पानी दिया नहीं है और अद्भुत रीति से उनके जीवन में छुटकारा। നമ്മുടെ ദൈവം പലപ്പോഴും അട്ടിമറി പ്രയോഗിക്കാറുണ്ട്, സാബോട്ടേജ് ചെയ്യാറുണ്ട്.
हमारा परमेश्वर ऐसा है, कई बार ऐसा ही करता है कि जो सोच नहीं सकते हुए कामों को कर देता है। ശത്രുവിന്റെ തന്ത്രങ്ങളെയും കെണികളെയും തകർത്ത് അത്ഭുതകരമായിട്ട് തന്റെ ജനത്തെ നടത്തുന്നതായ അനേക സംഭവങ്ങൾ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. परमेश्वर के वचन में हम अनेक संभव ऐसा पड़ता है कि परमेश्वर जब शत्रुओं के कामों को पलटा करके उनके जीवन में छुटकारा देते थे। അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അധിക സമയം പ്രാർത്ഥിക്കുവാൻ ചെലവാക്കാം. इसी कारण हमारे जिंदगी में ज्यादा समय हम प्रार्थना के लिए निकालेंगे, അധിക സമയം വചനം പഠിക്കുന്നതിന് വേണ്ടി സമയം കണ്ടെത്താം. ज्यादा समय परमेश्वर के वचन पढ़ने के लिए निकालेंगे, അധികമായി വിശ്വാസത്തിൽ വളരുവാൻ നമുക്ക് ശ്രമിക്കാം. अधिक अधिक विश्वास में आगे बढ़ने के लिए हम कोशिश करेंगे। വചനത്തിൽ നാം വായിക്കുന്നത് നമുക്ക് അതിനുള്ളതായ കഴിവ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു എന്നത്രയാണ്. परमेश्वर के वचन में कहता है जो धन इकट्ठा होने के लिए या ऐसी संपत्ति करने के लिए हमें परमेश्वर सामर्थ्य दिया है। ദൈവം നൽകിയിരിക്കുന്ന കൃപകളെയും കഴിവുകളെയും പലരും അത് ഉപയോഗിക്കാറില്ല. परमेश्वर दिया हुआ जो अनुग्रह है, वरदान है, कई सारे लोग वह इस्तेमाल नहीं किया जाता। അവർ മടിയന്മാരായിരിക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കുവാൻ കഴിയുന്നില്ല. वो आलसी होके बैठने के कारण जिंदगी में ऊंचाई पद में पहुंच नहीं सके। പഠനങ്ങൾ വ്യക്തമാക്കുന്നത് കത്തോലിക്കരെക്കാളും അധികമായിട്ട് പ്രോട്ടസ്റ്റന്റുകാരും ഉത്സാഹമുള്ളവരാണ്, പ്രവർത്തിക്കുന്നവരാണ് എന്നത്രേ. जैसे पढ़ाई में यही दिखाई देता है कि जो कैथोलिक लोगों से अधिक प्रोटेस्टेंट लोग है, उन लोग बहुत उत्साह करने वाला है, बहुत परिश्रम करने वाला है। അവര് ഇതുവരെയും കണ്ടെത്തുവാൻ കഴിയാത്തതായ രാജ്യങ്ങളിലേക്ക് കടന്നുപോയി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി നമുക്കറിയാം. तक जो नहीं पाया हुआ देश में भी पहुंच जाकर वहां पर बड़े बड़े कार्यों को करते हैं। ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലും മെത്തഡിസ്റ്റ് സഭയിലുമുള്ളതായ ആ ആത്മീയ നിലവാരം പോരാ എന്ന് മനസ്സിലാക്കിയിട്ട് കുറെ കൂടി വിശുദ്ധമായ ജീവിതം നയിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതായ ഒരു കൂട്ടമത്രേ പ്യൂരിറ്റൻസ്. जैसे चर्च ऑफ इंग्लैंड और जो मेथडिस्ट, उन लोगों के जो आराधना में कुछ नहीं होते, उससे भी बेहतर कुछ ढूंढ के बाहर आया हुआ है जो रिपेयर। അത് ഈ വിശുദ്ധന്മാരത്രേ അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തതായ അത് പിൽഗ്രിംസ്. इन्हीं लोग हैं जो अमेरिका में जाकर रहा हुआ जो यात्रियां। എത്ര സമൃദ്ധമായ ഒരു രാജ്യമായി തീരുവാൻ തക്കവണ്ണം, ദൈവവിശ്വാസത്തിന് അടിസ്ഥാനമായിട്ടുള്ളതായ ഒരു രാജ്യം കെട്ടിപ്പടുക്കുവാൻ തക്കവണ്ണം അവർക്കിടയായി തീർന്നു. क्योंकि उन्होंने वहां पर जाके जितने बेहतर एक राज्य को वहां पर स्थापित करने के लिए उन यात्रियों को हुआ है। നാം എല്ലാവരും ചെറുപ്പക്കാരെ വിചാരിക്കാറുണ്ട് വിദേശ രാജ്യങ്ങളിൽ പോകണം, അവിടെ നല്ല ജോലി നേടിയെടുക്കണം, ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകണം എന്നൊക്കെ. जवान लोग यही सोचता है कि विदेश राज्य में जाना है, वहां जाके अच्छा जॉब करना है, अच्छा पैसा कमाना है, अच्छा अवस्था में पहुंचना है। അതിനുവേണ്ടി നിവാസ്വപ്നം കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, മറിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കണം. उनके लिए ऐसा ही सपना है देख के बैठे हो तो होएगा नहीं, उसके लिए परिश्रम करना जरूरी है। അങ്ങനെ പ്രതികൂലങ്ങളെ അതിജീവിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ട് അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ കഴിയും. वैसा ही वो प्रतिकूल अवस्थाओं को सामना करते हुए वहां जाने के लिए कोशिश करेगा तो वहां पर पहुंच सकते हैं। ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് നാം ഉത്സാഹികളായിരിക്കണം എന്നത്രേ. परमेश्वर के वचन हमें यही चेतावनी दे रहा है, हम एकदम उत्साही होना चाहिए, आलस्य ना होना। ഉത്സാഹികളത്രേ സമ്പത്തുണ്ടാക്കുന്നത്. क्योंकि जो हमें उत्साह में जो काम करते हैं उन्हीं लोग संपत्ति को इकट्ठा करते हैं। അനുഗ്രഹം പ്രാപിക്കണമെന്നുള്ളവർ പ്രവർത്തന നിരതരായിരിക്കണം. आशीष पाना है तो हम काम करते ही जाना है। കുഴികൾ കുഴിക്കുന്നവരായിരിക്കണം. जब गड्ढाएं खोदने वाला होना चाहिए, പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, प्रार्थना करने वाला होना चाहिए, അതിനുവേണ്ടി സ്ഥിരോത്സാഹം ഉള്ളവരും ആയിരിക്കണം. के लिए एकदम परिश्रम करने वाला होना चाहिए। നമ്മുടെ വിശുദ്ധ പുതിയ നിയമത്തില് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കാം. അവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഒരു സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു. नया नियम में लूका का सुसमाचार में भी एक संभव लिखा हुआ है। അവിടെ യേശുക്രിസ്തുവും പത്രോസുമായിട്ടുള്ളതായ ഒരു സംഭാഷണത്തിൽ നമ്മൾ കാണുന്നത്. यीशु मसीह पत्रोस के साथ बातें करते हुए एक संभव हम देखते हैं.
അപ്പോൾ ഒരു ദിവസം ആം, മത്സ്യബന്ധനത്തിന് പോയി, തികഞ്ഞ പരാജയമായിരുന്നു, ഒന്നും നേടുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് സങ്കടപ്പെട്ട് നിൽക്കുന്നതായ, ദുഃഖിതനായി നിൽക്കുന്നതായ, നിരാശപ്പെട്ട് നിൽക്കുന്നതായ പത്രോസിനോട് യേശു സംസാരിച്ചു. एक दिन देखा है कि जो मच्छी पकड़ने के लिए गया है उन्हें कुछ नहीं मिला हुआ, उदास में खड़ा हुआ जो व्यक्ति है पतरोस, उनके साथ यीशु मसीह बातें किया। പത്രോസിനോട് യേശു പറഞ്ഞത്, നീ ആഴത്തിലേക്ക് മലകൾ ഇറക്കുവാൻ അത്രേ. पतरोस से यीशु मसीह ने कहा है तुम्हारा जो जाल थोड़ा गहराई में डालो। അപ്പൊ യേശു പറഞ്ഞ എന്താണ്? വലകൾ ഇറക്കുവാനാണ്. यीशु मसीह ने कहा तुम जाल डालो। ഇംഗ്ലീഷ് ബൈബിളിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. इंग्लिश में ऐसा लिखा है। മലയാളം ബൈബിളില് വല ഇറക്കുവാൻ പറഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നു. मलयालम में भी लिखा है जैसे तुम्हारा जाल बिछाओ। അപ്പോ പത്രോസ് എന്ത് ചെയ്തു? തന്റെ വല താൻ ഇറക്കി. पतरोस अपने जाल डाल दिया। പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ആഴത്തിലേക്ക് തന്റെ വല ഇറക്കിയപ്പോൾ ധാരാളം മീൻകൂട്ടം വന്നുകൂടി. जब गहराई में जब जाल डाला बहुत सारे मछलियां उसमें भर गई। അപ്പോ വലകൾ ഇറക്കാൻ പറഞ്ഞപ്പോൾ അവന്റെ വല മാത്രമേ ഇറക്കിയുള്ളൂ. അത് നിമിത്തം ധാരാളം മത്സ്യം വന്നുകൂടിയപ്പോൾ വല കീറുമാറായി. जब उन्होंने उनको बोला जाल डालो, उसने अपने ही जाल डाला तो क्या हुआ है कि वो जाल फटने के जैसा मछलियां उसमें भर गई। കുറെ വല കീറിയപ്പോൾ കുറെ മത്സ്യമൊക്കെ തീർച്ചയായിട്ടും ചാടി പുറപ്പെട്ട് പോയി കാണും. പത്രോസിന് വലിയ നഷ്ടം ഉണ്ടായി കാണും. ऐसा समय है कई सारे मछलियां उस जाल से बाहर निकला होगा, पतरोस का कुछ नुकसान भी हो सकता है। അപ്പോ വല കീറാറായപ്പോൾ എന്ത് ചെയ്തു? പത്രോസ് മറ്റ് പടകിലുള്ളതായ കൂട്ടാളികളെ അപ്പോഴാണ് വിളിച്ചത്. जब जाल फटने जैसा हुआ तभी पतरोस दूसरे जो सहयात्रियों को सहायता के लिए बुलाया। അവിടെ പത്രോസ് അതെ അതെ അതിന് തയ്യാറായി. ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നതിന് വേണ്ടി അവൻ തയ്യാറായില്ല. वहां पर हम देखते हैं उनके परमेश्वर के अनुग्रह प्राप्त करने के लिए वह तैयार नहीं हुआ। ചിന്തിക്കുന്നതിലും അധികമായിട്ട് ദൈവം എപ്പോഴും നമുക്ക് തരുവാൻ തയ്യാറാണ്. क्योंकि हम जो विचार करते हैं उससे भी बढ़कर परमेश्वर हमारे लिए देने के लिए तैयार है। നാമും പത്രോസിനെ പോലെ പലപ്പോഴും ഇസ്രായേലിന്റെ പരിശുദ്ധനെ പരിമിതപ്പെടുത്താറുണ്ട്. हम भी पतरोस के समान इस्राएल के परमेश्वर, पवित्र परमेश्वर को हम एकदम छोटे अवस्था में हम देखते हैं। വളരെ ആഴമുള്ളതായ ഒരു നദിയാണ് നൈൽ നദി. बड़ा गहराई में जो है वो नाइल नदी। നൈൽ നദിയിൽ വേലിയേറ്റം ഉണ്ടാകുമ്പോൾ അത് വെള്ളപ്പൊക്കമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ സമീപത്ത് താമസിക്കുന്ന കർഷകരൊക്കെയും പൊങ്ങി വരുന്നതായ വെള്ളം അത് സംഭരിക്കുന്നതിന് വേണ്ടിയും കുഴികൾ ഉണ്ടാക്കാറുണ്ട്. जैसे उसे नदी के पानी ऊपर आने के समय ज्यादा जो पानी बाहर निकल के आता है, उसी समय वहां के किनारे में रहने वाला उनके पानियों को जमा करने के लिए गड्ढाएं खोद देता है। നദീതീരത്തുള്ളതായ റിസർവോയറുകളുടേതായ ആഴം അവർ വർദ്ധിപ്പിക്കാറുണ്ട്. जो नदी के वो गहराई भी वो बढ़ा देता है। ചാനലുകൾ കുറെ കൂടി അതിന്റെ ആഴം വർദ്ധിപ്പിക്കും. उनको जो पानियां जमा करने के लिए बाजू की जो गड्ढाई का जो बढ़ाई करता है। അവർക്കറിയാം അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ വളരെയധികം വെള്ളം സംഭരിക്കുവാൻ കഴിയുകയുള്ളൂ. मालूम है ऐसा गड्ढाएं बड़ा करने से ही पानी ज्यादा जमा कर सकते हैं। അവരങ്ങനെ ചെയ്തില്ല എങ്കിൽ അവരുടേതായ കൃഷിക്ക് ആവശ്യമായുള്ളതായ ജലസേചനം നടത്തുവാൻ അവർക്ക് കഴിയാതെ വരും. और ऐसा नहीं करेगा तो उनको जो खेतियां करने के लिए पानी का सुविधा कम हो जाते हैं। എന്റെ പഠനത്തില് ഞാൻ ഒരിക്കൽ കണ്ടെത്തിയത് മലമ്പുഴ ഡാമിനെ കുറിച്ചുള്ള ഒരു പഠനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഡാമിലെ റിസർവോയറില് ഒരു 1/3 ഭാഗവും മണ്ണ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന്. जैसे प्रभु की दास ने देखा है केरला में मलबड़ा करके एक डैम है, उसके बारे में पढ़ाई करने के समय मालूम पड़ा है कि 3 में से 1 भाग पूरा मिट्टी से भरा हुआ है। അതുകൊണ്ട് വേണ്ടത്ര വെള്ളം മഴക്കാലത്ത് ആ ഡാമിൽ പ്രിസർവ് ചെയ്യാൻ പറ്റുന്നില്ല. इसलिए जब बारिश के समय जितने पानियां वहां जमा होता है वहां पर जमा करने के लिए और डैम में जमा करने के लिए नहीं होती। അടിഞ്ഞു കൂടിക്കിടക്കുന്നതായ മണ്ണ് അത് മാറ്റുന്നതിന് വേണ്ടി പലപ്പോഴും പല ആലോചനകൾ നടന്നു എങ്കിലും ഇതുവരെയും അത് കേരളത്തിലെ ഡാമുകളിൽ ഇതുവരെയും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല.
जैसे इकट्ठ होके जमा होके पड़ा हुआ जो मटिया निकालने के लिए कई कई बार चर्चा ही होता है, लेकिन कहला के जो गवर्नमेंट को उसी काम अभी तक करने के लिए नहीं हुआ है। അപ്പോ വളരെയധികം വെള്ളം പാഴായി ഒഴുകി പോകുന്നു. इसलिए बहुत सारे पानी आम ऐसा ही व्यर्थ बहते जाते हैं। പണ്ടൊക്കെ വളരെ നാള് മഴ പെയ്താലും അത് വെള്ളം ഒഴുകി പോകത്തില്ല, അത്രയും അതിന് സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടായിരുന്നു. पहले समय में अगर जितना ही बारिश आता है उस पानी सब जमा करने के लिए वहां जगह थे। ഇപ്പോൾ മണ്ണ് അടിഞ്ഞു കിടക്കുന്നത് കൊണ്ട് മഴ പെയ്താൽ പെട്ടെന്ന് തന്നെ അത് നിറയുകയും വെള്ളം പാഴായി പോവുകയും ചെയ്യുന്നു. अभी जो बारिश गिरने के समय मट्टियां भरने के कारण पानी पूरा बाहर बह के चले जाता है। അപ്പോൾ ഇവിടെ നൈൽ നദിക്ക് തീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ കാർഷിക ആവശ്യത്തിന് വേണ്ടിയും ജലം സംരംഭിക്കുന്നതിന് വേണ്ടി കനാലുകളുടെയും റിസർവോയറുകളുടെയും ആഴം വർദ്ധിപ്പിക്കുന്നു. जैसे नई नदी के किनारे में रहने वाला किसानों लोग भी ऐसा ही करते हैं कि वहां से आते हुए पानी जमा करने के लिए उनके नालाएं बढ़ा जाता है और उनका गड्ढाएं बड़ा बना देता है। ഭൗതികമായ അഭിവൃദ്ധി നേടുന്നതിന് വേണ്ടിയും അവർക്ക് കുഴികൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. आर्थिक आशीषों को पाने के लिए वहां पर गड्ढाएं खोदना जरूरी है। ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നതായ നാം കുഴികൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. परमेश्वर के अनुग्रहों को प्राप्त करने के लिए, आशीषों को प्राप्त करने के लिए कोशिश करते हुए हम भी ऐसे ही गड्ढाएं खोदना जरूरी है। അപ്പം ഈ നമ്മുടെ നമ്മുടെ നാട്ടിലുള്ളതായ കർഷകര് വിളവെടുക്കുന്നതിന് മുമ്പായിട്ട് അവരുടേതായ ഭണ്ഡാരശാലകളിൽ അതൊക്കെ ക്ലീൻ ചെയ്ത് അത് കിട്ടുന്നതായ ആ ധാന്യങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിനുള്ളതായ സ്ഥലം ഒരുക്കാറുണ്ട്. हमारा किसानों भी यही काम करते हैं कि जब फसल काटने के पहले उनके भंडारशाला में जितने जमा करना है उसी के अनुसार उस भंडारशाला बढ़ा देता है। അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ നിന്ന് നമ്മെ അനുഗ്രഹിക്കുന്നതിന് ദൈവം ഭൗതികമായിട്ടും ആത്മീയമായിട്ടും അനുഗ്രഹിക്കുന്നതിന് ദൈവം തയ്യാറാണ്. इसलिए हमें आर्थिक रीति से, आत्मिक रीति से भी आशीष करने के लिए परमेश्वर तैयार है। സങ്കീർത്തനങ്ങൾ 37 4 വാക്യം. भजन संगीता 34 उसके 7वां आयत। അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവയിൽ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. 37:4. 37 भजन संगीता है उसके 7वां आयत में ऐसा कहता है कि യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. तुम यहोवा परमेश्वर के सामने जो आशा के साथ बनी रहे और तुम्हारा जरूरतों को पूरी करेंगे. അപ്പൊ ദൈവത്തിന്റെ നമ്മുടെ ഹൃദയത്തിലെ ഒരു ഭക്തന്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ അത് മാനിക്കുന്നതായ ദൈവം, भक्तों के हृदय के अच्छा जो विचारों को आदर करने वाला परमेश्वर. നാം അധ്വാനിച്ച് അഭിവൃദ്ധി ഉണ്ടാക്കുന്നതും സമൃദ്ധി ഉണ്ടാക്കുന്നതിന് ദൈവത്തിന് വളരെ സന്തോഷമുള്ള കാര്യമാണ്. हम परिश्रम करके संपत्ति को बढ़ाता है उसमें परमेश्वर बहुत खुश हो जाता है. നാം ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും ദൈവത്തിന്റെ ഹൃദയപ്രകാരം നാം ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ഏത് മേഖലയിലായിരുന്നാലും അവിടെ നമുക്ക് ഉയർച്ച കാണുവാൻ കഴിയും. परमेश्वर के हृदय के अनुसार अगर हम आगे बढ़ जाएंगे उस जगह में आशीषों से भर जाता है. അതുകൊണ്ട് താഴ്വരയിൽ കുഴികളെ നമുക്ക് ഉണ്ടാക്കാം. इसलिए तराइयों में, जब नालों में हम गड्ढाओं को खोदेंगे. ഒരു സഹോദരിയെ കുറിച്ച് തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. അവൾ വളരെ ദാരിദ്ര്യാവസ്ഥയിലായ കുടുംബമാണ്. परमेश्वर के वचन से हम देखते हैं कि एक दरिद्र अवस्था में रखा हुआ एक परिवार से ഒരു പ്രവാചകൻ അവിടെ കടന്നു ചെന്നു. അവരുടെ വീട്ടിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു ഭരണിയില് കുറച്ച് എണ്ണ മാത്രമാണ് ഉണ്ടായിരുന്നത്. जब भविष्य वक्ता वहां जाने के समय उस परिवार में उनके बहन के पास एक कुपी तेल केवल बसा है, बाकी सब कुछ खत्म हो गया है. അപ്പം പ്രവാചകൻ ചെന്ന് അതിന്റെ ഫലമായിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായിട്ട് അവരുടെ കലത്തിലെ മാവ് കുറയുകയോ അല്ലെങ്കിൽ ഭരണിയിലെ എണ്ണ തീർന്നു പോവുകയോ ചെയ്യാതെ അത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരുന്നു. भविष्य वक्ता उनके घर में गया, जब प्रार्थना किया तभी उनके घर के जो तेल खत्म नहीं हुआ है, उनके आटा भी खत्म नहीं हुआ है. അപ്പം അവരുടെ വീട്ടിലെ എല്ലാ പാത്രങ്ങളിലും കലങ്ങളിലും ഒക്കെയും അത് ഗ്ലാസുകളിലും എല്ലാ പാത്രങ്ങളിലും ഇത് എണ്ണ നിറച്ചു എങ്കിലും പിന്നെയും എണ്ണ വന്നുകൊണ്ടേയിരിക്കുന്നു.
तो बहन के घर में जितने सारे बर्तन है वो सभी बर्तनों में तेल से भरा हुआ है, फिर भी देखा है तेल आते रहा है। അവർ മക്കളോട് പറഞ്ഞു അടുത്തുള്ള വീടുകളിലൊക്കെയും പോയി പാത്രങ്ങളും അത് കലങ്ങളും ഒക്കെ കൊണ്ടുവരുക. बच्चों से कहा है आजू बाजू के घरों में जाके वहां से भी बर्तन सब इकट्ठा करो। അപ്പോ അവൾ അങ്ങനെ അത് കുഴികൾ ഉണ്ടാക്കുന്നതിന് അവൾക്ക് അതുവരെയും കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ അവൾ പാത്രങ്ങൾ ശേഖരിച്ചതോടുകൂടി അതും നിറയുവാൻ തുടങ്ങി. जब तक उन्होंने कुछ नहीं किया था, लेकिन अभी जब जितने बर्तनों को इकट्ठा किया है वो सारे बर्तनों में भरने लगा। അപ്പം നിരന്തരമായിട്ടുള്ളതായ അനുഗ്രഹത്തിന്റെ ഒരു പ്രവാഹം തന്നെ അത് അവൾക്ക് കാണുവാൻ കഴിയുന്നു. निरंतर जो आशीषों का एक बहाव उनके जीवन में उसने देखा है। അപ്പം ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവം ദൈവം അത്ഭുതം ചെയ്യുന്നത് ഇങ്ങനെ അത്രേ. तो शून्य से हमें आशीष करने वाला परमेश्वर के काम इसी रीति से होता है। യേശു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതായിട്ട് നാം തിരുവചനത്തിൽ വായിക്കുന്നു. यीशु मसीह 5 रोटी और 2 मछलियों को लेकर 5000 लोगों को खिलाया हम देखते हैं। യേശു ബാലന്റെ കയ്യിൽ നിന്നും അപ്പവും മീനും വാങ്ങിയതിനു ശേഷം അത് ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി അതിനെ വാഴ്ത്തി അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. यीशु बालक के हाथों से उस मछली और रोटी को लेकर स्वर्ग की ओर उठाकर प्रार्थना किया। എത്ര അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു. कितना अद्भुत कार्य था। എല്ലാവർക്കും ആവശ്യം പോലെ അത് തിന്ന് സംതൃപ്തി അടയുന്നതിനും ബാക്കി 12 കുട്ടയെടുത്ത് ഓരോ ശിഷ്യന്റെയും തലയിൽ വെച്ചു കൊടുക്കുന്നതിനും കഴിഞ്ഞു. फिर बैठा हुआ सभी लोग खाकर तृप्त होने की बाद 12 टोकरी निकाल कर एक एक चेलों के सिर पे रख दिया। ശിഷ്യന്മാർക്ക് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് ഇടയായി തീർന്നു. चेले लोग वो लेकर अपने परिवार में ले जाकर उनके बच्चों को परिवारों को देने के लिए कारण हुआ है। അപ്പം ഈ ദൈവം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന ദൈവം, तो ये परमेश्वर जो नहीं है उनको भी नाम लेकर पुकारने वाले परमेश्वर है। വിശ്വസിച്ചാൽ നമുക്ക് ദൈവത്തിന്റെ മഹത്വം കാണുവാൻ കഴിയും. अगर विश्वास करेगा तो परमेश्वर की महिमा हम देख सकेंगे। അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇല്ലായ്മകളെ കുറിച്ച് ഭാരപ്പെടേണ്ട. എല്ലാം ഉള്ളവനായ അത് സ്വർഗത്തിലെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം തന്നെ നമ്മെ അനുഗ്രഹിക്കുവാൻ തക്കണം പ്രാപ്തനായ ഒരു ദൈവം അത്രേ നമുക്കുള്ളത്. इसलिए हमारा जो हमें शून्य अवस्था से भी सब कुछ बरकत देने के लिए योग्य जो सर्वशक्तिमान परमेश्वर की हम आराधना करते हैं। അതുകൊണ്ട് ഈ വചനപ്രകാരം നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിൽ ഒന്നുകൂടി നമുക്ക് അത് പ്രാർത്ഥന വർദ്ധിപ്പിക്കാം. वचनों के अनुसार हमारा प्रार्थना को और थोड़ा आगे बढ़ाएंगे। ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. जिंदगी में ऊंचाईपन होने के लिए हम परिश्रम करेंगे। നമ്മുടെ അധ്വാനത്തെ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ചു തരും. हम अगर परिश्रम करेगा तो परमेश्वर उसको आशीष में बढ़ाएंगे। ഭൗതികമായിട്ടും നമുക്ക് അനുഗ്രഹിക്കപ്പെടുവാൻ കഴിയും. आर्थिक रीति से भी हम आशीष पा सकता है। നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത് മുഖാന്തരമായി തീരും. हमारे जिंदगी में ऊंचाई की अवस्था में पहुंचने के लिए कारण हो जाए। ഇവിടെ പ്രവാചകൻ പറഞ്ഞതുപോലെ താഴ്വരകളിലെ കുഴികളെ ഉണ്ടാക്കാം. भक्ता ने कहा जैसा तराइयों में गड्ढाएं खोदेंगे। വിശ്വാസത്തോടുകൂടി നമ്മുടെ പ്രവർത്തനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. विश्वास के साथ हम आगे बढ़ेंगे, परमेश्वर जरूर हमारे कामों को आशीष करेंगे। അത് എത്ര അത്ഭുതകരമായിട്ട് ഈ ദൈവം അത് തന്റെ ജനത്തിന് വേണ്ടി മിറക്കിൾസ് അത്ഭുതങ്ങൾ ചെയ്തു. कितना अद्भुत रीति से परमेश्वर अपने लोगों के लिए चमत्कार किया। നമ്മുടെ ജീവിതങ്ങളിലും ഇതേ അത്ഭുതങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. हमारे जिंदगी में भी इसी अद्भुत काम हम देख सकेंगे। ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. इन वचनों के द्वारा परमेश्वर हम सभी को आशीष करे। आमीन।